ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ലാൽകുമാർ, താങ്കൾ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു, താങ്കളിലേക്ക് വരാം. അതിനു മുൻപ് ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതൊക്കെ സാധാരണ നിലയിലുള്ള വാക്കുകളും പ്രതികരണങ്ങളുമായി കണ്ട് അങ്ങ് അവഗണിക്കാവുന്നതാണോ, അതോ കൃത്യമായ മുന്നറിയിപ്പാണോ വി.ഡി. സതീശൻ നൽകുന്നത്? ആര് പിന്തിരിപ്പിച്ചാലും ബോധ്യത്തിൽ നിന്ന്, അങ്ങനെ എടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറയുന്നത് ഈ സൈബർ മീഡിയ വഴി ഇതുപോലെ എന്ത് പെയ്ഡ് ആക്രമണം നടത്തിയാലും എന്ത് ഗിമിക്ക് കാണിച്ചാലും പുറത്തു തന്നെ ആകും എന്ന ഒരു സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകുകയാണോ പ്രതിപക്ഷ നേതാവ്? പുറത്താണോ അകത്താണോ എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസിലെ ഉന്നതരായ നേതാക്കളെല്ലാം ചേർന്ന് എടുത്തൊരു തീരുമാനം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ ഇത്തരം ആരോപണങ്ങൾ, ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന പൊതുവായിട്ടുള്ള ഒരു ധാരണയുടെ അല്ലെങ്കിൽ പൊതുവായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ആദ്യം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. വീണ്ടും കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു, ഈ പറഞ്ഞ പലരുടെയും ശബ്ദരേഖ പുറത്തു വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും ഒരു നടപടി കൂടി വന്നു. ആ നടപടി എന്ന് പറയുന്നത് അതിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തെ പറഞ്ഞ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന്, നിയമസഭാ കക്ഷിയിൽ നിന്ന് മാറ്റി നിർത്തുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ തീരുമാനങ്ങളുടെ എല്ലാം പിന്നിൽ, അല്ലെങ്കിൽ ഈ തീരുമാനങ്ങളുടെ എല്ലാം സൂത്രധാരൻ, ഇതിന് ചരട് വലിച്ചതും ഇതിന് ചുക്കാൻ പിടിച്ചതുമെല്ലാം വി.ഡി. സതീശനാണെന്ന ധാരണ ഒരു പരിധിവരെ പാർട്ടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെയൊക്കെ മനസ്സിലുണ്ട്. കുറെ യൂട്യൂബർമാരും ആ രീതിയിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം വി.ഡി. സതീശന്റെ പ്ലാനിങ് ആണ്, ബാക്കിയുള്ളവരൊക്കെ മാപ്പുസാക്ഷികളോ നോക്കുകുത്തികളോ ആണ്. ഇതെല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും വി.ഡി. സതീശനാണ് എന്ന രീതിയിൽ, അതുകൊണ്ട് തന്നെ വി.ഡി. സതീശനെതിരെ അതിശക്തമായ രീതിയിൽ തുടർച്ചയായിട്ട് അറ്റാക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ തീരുമാനത്തെ വിമർശിക്കുന്നു. അദ്ദേഹത്തിനെതിരെ സൈബർ ഹാൻഡിലുകൾ രംഗത്ത് വരുന്നു. അദ്ദേഹത്തിന്റെ രക്തത്തിന് വേണ്ടി രണ്ട് രീതിയിലാണ്. ഒരു വശത്ത് വി.ഡി. സതീശൻ ഇതിൽ പങ്കാളിയാണ്, വി.ഡി. സതീശൻ ഇതെല്ലാം അറിയാമായിട്ടും സംരക്ഷിച്ചു എന്ന രീതിയിൽ ഇടതുപക്ഷ ഹാൻഡിലുകൾ അദ്ദേഹത്തെ ഒരു കൂട്ടുപ്രതിയായിട്ട് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അവർ ഇടതുപക്ഷം അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രധാന നേതാക്കളടക്കം ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം പ്രൈം കൾപ്രിറ്റ് വി.ഡി. സതീശനാണെന്ന രീതിയിൽ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. ഷാഫി പറമ്പിലും വി.ഡി. സതീശനും അറിയാതെ ഇതൊന്നും നടക്കുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതത്തിൽ ഇവരറിയാത്തത് ഒന്നുമില്ല എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം ഒരു വശത്ത് നടക്കുന്നു. മറുവശത്ത് വി.ഡി. സതീശന്റെ സ്വന്തം പാർട്ടിക്കാരെന്ന് അവകാശപ്പെടുന്നവര് വി.ഡി. സതീശന്റെ രക്തത്തിന് വേണ്ടി വേറെ രീതിയിൽ മുറവിളി കൂട്ടുന്നു. അപ്പൊ ഈ ചെകുത്താനും കടലിനും നടുവിലാണ് വി.ഡി. സതീശൻ. എന്നിട്ടും വി.ഡി. സതീശൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് ക്രോഡീകരിച്ച് നോക്കുകയാണ്. അദ്ദേഹം ഒരൊറ്റ പോയിന്റ് മാത്രം പോരെ അദ്ദേഹം പറഞ്ഞ എന്താ, ഈ കടല് തന്നെ എരമ്പി വന്ന് എന്നെ മുക്കിക്കളയും, അല്ലെങ്കിൽ അങ്ങനെ വന്നാൽ പോലും എന്റെ തീരുമാനത്തിനൊരു മാറ്റമില്ല, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. കാരണം അതെന്റെ തീരുമാനമല്ല, അത് പാർട്ടിയുടെ തീരുമാനമാണ്. അതങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ആ തീരുമാനം എടുത്ത ഘട്ടത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ ഭാഗത്തുനിന്നോ, മുൻ പ്രസിഡന്റ് കെ സുധാകരന്റെ ഭാഗത്തുനിന്നോ, വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ, അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് സർവശക്തനായ സംഘടനാകാര്യ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നോ, ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആ തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ തീരുമാനത്തിന് K മുരളീധരൻ അടക്കം ഒരാള് പോലും ആ തീരുമാനം തെറ്റിപ്പോയെന്നോ, ആ തീരുമാനം അരുത് അല്ലെങ്കിൽ അത് ആവശ്യത്തിലേറെ തിടുക്കത്തിലെടുത്തു എന്നുള്ള രീതിയിൽ പോലും ഒരു ഭാഷവും ഒരു വിമർശനവും ഒരിടത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എന്നിട്ടും ഈ പറഞ്ഞതിലെല്ലാം കൂടെ നിന്ന സംഘടനയുടെ കേരള ഘടകത്തിന്റെയും AICCയുടെയും കൂടി അറിവോടെ എടുത്ത സുചിന്തിതമായ ഒരു തീരുമാനത്തിന്റെ പേരിൽ വി.ഡി. സതീശനെ മാത്രമായിട്ട് ക്രൂസിൽ തറയ്ക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാത്രം തേജോവധം ചെയ്ത് അദ്ദേഹത്തെ മാത്രം ഇങ്ങനെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന് വേറെന്തൊക്കെയോ ഉദ്ദേശമുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആദ്യം വീഴ്ത്തേണ്ടത് വി.ഡി. സതീശനാണെന്നുള്ള തിരിച്ചറിവ് രാഷ്ട്രീയ എതിരാളികൾക്കെല്ലാം ഉണ്ട്. ആ രാഷ്ട്രീയ എതിരാളികൾ എന്നുള്ളത് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നു. അത് രണ്ട് രീതിയിലാകാം. ഒന്ന് പാർട്ടിക്കകത്തുള്ള അദ്ദേഹത്തിന്റെ എതിരാളികളാവാം, മറ്റൊന്ന് അപ്പുറത്തുള്ള
ഈ പറഞ്ഞ CPM-ന്റെ ഇടതുമുന്നണിയുടെയും BJP-യുടെയും ഭാഗത്തുള്ള എതിരാളികളാവാം. ഇവർക്കെല്ലാം വേണ്ടത് അന്തിമമായിട്ട് ഇവരുടെ എല്ലാം ടാർഗറ്റ് എന്ന് പറയുന്നത് VD സതീശനും. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ ആക്രമിച്ച് തളർത്താമോ അതിനെല്ലാ പരിശ്രമങ്ങളും എല്ലാ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ കണ്ട കാര്യം എന്താണ്? VD സതീശൻ വളരെ കൃത്യമായി പറയുന്നു, അത് അതിന്റെ ഉത്തരവാദിത്വം, ആ തീരുമാനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അത് പാർട്ടിയുടെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഈ ലോകം മുഴുവനും കൂടി വന്നാലും ആ തീരുമാനത്തിൽ ഒരു മാറ്റവുമില്ല. പണ്ട് പീലാത്തോസ് പറഞ്ഞതുപോലെയാണ്, എഴുതിയത് തന്നെ എന്ന് പ്രഖ്യാതമായ ഒരിതുണ്ട് എന്ന് പറഞ്ഞ പോലെ സതീശൻ പറയുന്നു, ഈ തീരുമാനമാണ്, ആ തീരുമാനത്തിൽ മാറ്റമില്ല. രേണുക ചോദിക്കുന്നു, അദ്ദേഹം വേറെന്തെങ്കിലും പൂർത്തിയാക്കിക്കോളൂ. അപ്പൊ ഇതിനകത്ത് VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മുമ്പ് ഇതുപോലുള്ള ചില തീരുമാനങ്ങൾ കേരളം മുഴുവൻ ഏറ്റുവാങ്ങുന്നത് നമ്മൾ കണ്ടതല്ലേ. ഇപ്പോ PV അൻവറിനെ കൂടെ കൂട്ടണമെന്ന് UDF-ലെ ഏറ്റവും പ്രബല കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് എത്ര ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ആ മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് കോൺഗ്രസിനകത്ത് തന്നെ എത്രത്തോളം സപ്പോർട്ട് കിട്ടി. 40-ാം മണിക്കൂറിൽ സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ PV അൻവറിനെ പാതിരാത്രി പോയി കണ്ടില്ലേ. അദ്ദേഹം ഏറ്റവും കൂടുതൽ വിശ്വസിച്ച, അദ്ദേഹം വലത്ത് ഭാഗത്തും അല്ലെങ്കിൽ തോളിലും തലയിലും വെച്ച് നടന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവസാന നിമിഷത്തിൽ അദ്ദേഹത്തിനോട് വിശ്വാസവഞ്ചന കാണിച്ച് ആ അടഞ്ഞ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് VD സതീശൻ പറഞ്ഞ ശേഷമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയിട്ട് ഈ PV അൻവറിനെ കാണുന്നത്. അപ്പോ അപ്പോഴും VD സതീശൻ ആ നിലപാടിൽ ഉറച്ചു നിന്നു. തന്റെ വിശ്വസ്തരോ അല്ലെങ്കിൽ അപ്പുറത്തുള്ളവരോ ഘടകകക്ഷി ആരുമാകട്ടെ, ആ തീരുമാനം എന്ന് പറയുന്നത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. തീർച്ചയായും അങ്ങനെ ഒരു ആർജവമുള്ള നിലപാട് തന്നെ പ്രതിപക്ഷ നേതാവ് എന്തായാലും ഈ കാര്യത്തിൽ എടുത്തിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അതൊരു സന്ദേശം എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളെ നമുക്ക് കാണുകയും ചെയ്യാം. ഞാൻ താങ്കളിലേക്ക് അടുത്ത